യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തോളം ഒരേ ഗവൺമെൻറ്റിന് ഭരിക്കാൻ സാധിച്ചു കേരളത്തിൽ. അതുമാത്രമല്ല, നിർമ്മാണ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഖ്യാപനങ്ങളും പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സമയക്രമം കൂടിയായിരുന്നു ഈ ഒരു പീരീഡ്. എന്നാൽ ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സമ്പൂർണ്ണ ബജറ്റിൽ പോലും വേണ്ടത്ര വ്യാപാര നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേൽക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്നുള്ളത് നിരാശാജനകമാണ്. സ്വാഭാവികമായും കേരളത്തിൽ ഇതിനകം തന്നെ ഇലക്ട്രിസിറ്റി, വെള്ളക്കരം, പെർമിറ്റ് ഫീ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വീണ്ടും നികുതി അധികമായിട്ട് ഭൂമിക്കരം കൂടെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിർമ്മാണ മേഖലയുടെ തകർച്ചയ്ക്കത് കാരണമാവും. നിലവിൽ കോറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ മേഖല ബഹുഭൂരിപക്ഷം സംഘടനകളും സമരത്തിലാണ്. അതോടൊപ്പമാണ് അധികമായിട്ട് വീണ്ടും ഭൂമിക്കരം കൂടെ വർദ്ധിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കും. കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൽ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നികുതി കണ്ടെത്തുന്നതിന് കുത്തനെ നികുതി കൂട്ടുന്ന വളരെ പ്രതിഷേധാർഹമായൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ച് അതിൽ നടപ്പിലാക്കാവുന്ന ക്രിയാത്മകമായിട്ടുള്ള നികുതിയിൽ വരുന്ന മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. ഉദാഹരണമായിട്ട് കേരളത്തിൽ മോട്ടോർ വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം വലിയ ചരക്ക് വാഹനങ്ങളും തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെ കൃത്യമായിട്ടൊരു പഠനം നടത്താതെയാണ് പലപ്പോഴും ധനകാര്യ വകുപ്പ് നികുതി വർധന നടപ്പിലാക്കുന്നത്. മൊത്തത്തിൽ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ബജറ്റിനെ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാഗികമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ടും ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള 60 കോടി രൂപയുടെ ഡ്രിഡ്ജിംഗ് നടപടികൾ ആരംഭിക്കുന്നതിനുള്ള പ്രൊജക്റ്റിന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യമായിരുന്നു. ഇതിന് അംഗീകരിച്ചതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. സംസ്ഥാന ബജറ്റ് എന്നാൽ പ്രായോഗികമായി നോക്കുമ്പോൾ കോഴിക്കോടിന് വലിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെയില്ല. മെട്രോ പ്രൊജക്റ്റ് തിരുവനന്തപുരം, കോഴിക്കോട് പ്രൊജക്റ്റുകളെ പരാമർശിച്ചുവെങ്കിലും തിരുവനന്തപുരം മെട്രോ പ്രൊജക്റ്റ് ഈ മാസം തന്നെ, ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ആരംഭിക്കുമെന്ന് പരാമർശിച്ചുവെങ്കിലും കോഴിക്കോടിനെ കുറിച്ചുള്ള യാതൊരുവിധ മെട്രോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട യാതൊരു തുടർ നടപടികളും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. അത് തീർത്തും പ്രതിഷേധാർഹമാണ്. കഴിഞ്ഞ 15-20 വർഷമായി പറയുന്ന പ്രൊജക്റ്റാണ് കാലിക്കറ്റ് മെട്രോ പ്രൊജക്റ്റ്. എന്നാൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതാണ് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപന നയം. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് ഉതകുന്ന എന്തെങ്കിലും പ്രഖ്യാപനമോ പദ്ധതികളോ ഉണ്ടോ? സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കുന്ന യാതൊരു പദ്ധതികളും ഒറ്റനോട്ടത്തിൽ ബജറ്റിലില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകമായിട്ടും കേരളത്തിൽ കോവിഡിന് ശേഷവും പ്രളയത്തിന് ശേഷവും നിരവധി സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോയിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര സ്ഥാപനങ്ങൾ പൂട്ടിയെന്നോ, ഇതുമായി ബന്ധപ്പെട്ട് എത്ര ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നോ ബന്ധപ്പെട്ട യാതൊരു കണക്കുകളും വ്യവസായ വകുപ്പിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാർ അതുമായി ബന്ധപ്പെട്ട യാതൊരു പദ്ധതികളും പ്രഖ്യാപിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ തുടങ്ങുന്ന സ്ഥാപനങ്ങളെക്കാട്ടിലും കൂടുതൽ അവസാനിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണുള്ളത്. ഒരു വ്യാപാരി ഒരു സ്ഥാപനം അവസാനിപ്പിച്ചാൽ തുടർന്ന് GST വകുപ്പിൽ നിന്നും ടാക്സ് വകുപ്പിൽ നിന്നൊക്കെ അവർക്ക് പീഡനം ഏൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനെല്ലാം മാറ്റം കൊണ്ടുവരണം. വ്യവസായ സൗഹൃദമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യാപാരികളെയും സംരംഭകരെയും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ഒരേപോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്.